അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഇന്ന് പാട്ടിലൂടെ എന്ന നമ്മുടെ പരിപാടിയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഒരുപാട് ആളുകൾ നമുക്ക് നല്ല പ്രതികരണങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. ചെറിയൊരു ഇടവേള നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരുന്നു, കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും നമ്മൾ ഇവിടെ പുതിയ ഒരു കണ്ടൻറ്റുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീലുകളിലും ഷോർട്സുകളിലും അതുപോലെ മറ്റ് സ്റ്റാറ്റസുകളിലൊക്കെ ഒരുപാട് വൈറലായൊരു ഗാനമാണ് ആ പ്രിയ സഹോദരരെ എന്ന ഗാനം. അപ്പോൾ ആ ഗാനത്തെക്കുറിച്ച്, ആ ഗാനം ഒന്ന് ആലപിച്ച് അതിൻ്റെ ചില ചരിത്രങ്ങളും, അത് പുതിയ പാട്ടാണോ പഴയ പാട്ടാണോ, അല്ലെങ്കിൽ ആ പാട്ട് ഏത് ശാഖയാണ്, പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാട്ടിൻ്റെ വിവിധ ശാഖകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു പാട്ട് ഏത് ശാഖയിൽപ്പെടും, ഈ പാട്ടിൻ്റെ ഇതിവൃത്തം അഥവാ ഇതിൻ്റെ കണ്ടൻറ്റ്, ചരിത്രം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഒരുക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട യാസർക്ക തന്നെയുണ്ട്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു തിരക്കിനിടയിൽ ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഇരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഷോപ്പിൽ അങ്ങനെ ഒരുമിച്ച് കൂടിയ സമയത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കൂടുതൽ അമുഖങ്ങളൊന്നും പറയുന്നില്ല, വീഡിയോയിലൊക്കെ കിടക്കുകയാണ്. യാസർക്ക, അതെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ആ പ്രിയ സഹോദരനാണ്. എങ്ങനെയാണ് ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയാനുള്ളത്? ആ പ്രിയ സഹോദരനെ തിരൂരങ്ങാടി മുഹമ്മദ് കുട്ടി സഹോദരന്മാരിൽ ഒരാൾ എഴുതിയ പാട്ടാണിത്. രണ്ടുപേരും നല്ല രചയിതാക്കളായിരുന്നു. ഒരുപാട് പാട്ടുകൾ അവർ എഴുതിയിട്ടുണ്ട്. ഈ പാട്ട് പാടിയിട്ടുള്ളത് AV മുഹമ്മദ് സാഹിബാണ്. അതുപോലെ ഇത് സംഗീതം ചെയ്തിട്ടുള്ളത്, ഈ പാട്ട് സംഗീതം ചെയ്തിട്ടുള്ളത് നമ്മുടെ കോഴിക്കോടിൻ്റെ അഭിമാനമായിരുന്ന MS ബാബുരാജ്. അതെ, MS ബാബുരാജാണ് ഈ പാട്ട് സംഗീതം ചെയ്തിട്ടുള്ളത്. പഴയൊരു ഹിന്ദി പാട്ടിൻ്റെ ട്യൂണാണിത്. എന്നിരുന്നാലും ആ ഒരു വിഷയത്തിനും ആ ഒരു രചനക്കും പറ്റിയ ട്യൂണിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ പാട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ബുർദയിലൊരു ട്യൂണ് നമ്മൾ പാടാറുണ്ട്. ഞാൻ അന്നപ്പൊന്നും ഈ പാട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ പിന്നെ അത് ഈ പാട്ട് നമ്മൾ പാടിയപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പോൾ ട്യൂൺ വെച്ചാൽ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ ഒരു ട്യൂണ് ശരിക്കും ഈ പാട്ടിൻ്റെ പല്ലവിയിലുള്ള ട്യൂണാണ്. മനസ്സിലായപ്പോൾ വലിയ അത്ഭുതം. പിന്നെ മാപ്പിളപ്പാട്ടിൽ കുറേ വ്യത്യസ്ത ശാഖകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽപ്പെട്ട വിസ്താരം എന്ന ഗണത്തിൽപ്പെടുന്ന ഒരു പാട്ടാണിത്, ചരിത്രഗാനം. വിസ്താരം എന്ന് പറഞ്ഞാൽ, വിസ്താരം എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിന് പിന്നെ 1 പേരിമ്പം, 2 ചിറ്റിമ്പം, 3 ആശ്, 4 ഒയ്യാരം, 5 മധുരക്കവി, 6 വിസ്താരം. ഈ 6 വ്യത്യസ്ത കാറ്റഗറികളാണ് മാപ്പിളപ്പാട്ടിന്. അതിൽപ്പെട്ട വിസ്താരത്തിൽപ്പെട്ടതാണ്. വിസ്താരം ഗണത്തിൽപ്പെട്ട ഇതിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഇതിവൃത്തം എന്താണ് ശരിക്കും? ഇത് നമുക്ക് ആദ്യം ഇതൊന്ന് പാടിയിട്ട് അതിലേക്ക് അല്ലേ? അതല്ലേ നല്ല. ആ പ്രിയ സഹോദരരേ കനിവാലയത്തീമോരേ പരിപാലകരാണോരേ പദവികളതും ഏറെ. ആ പ്രിയ സഹോദരരേ കനിവാലയത്തീമോരേ പരിപാലകനാണോരേ പദവികളതും ഏറെ. പറയുന്നി റസൂൽ നബി നാളെ പരലോകമിലി പോലെ. പറയുന്നി റസൂൽ നബി നാളെ പരലോകമിലി പോലെ. ആ 2 വിരലാലേ അടയാളം വശർഹാലേ. ആ 2 വിരലാലേ അടയാളം വശർഹാലേ. അടുക്കും ഞാനവരോട് അരുളി നബി നമ്മോട്. അടുക്കും ഞാനവരോട് അരുളി നബി നമ്മോട്. അടുക്കാൻ കൊതിക്കൂ നബിയോട് അതിനായി പെടുവിൻ പാട്. അടുക്കാൻ കൊതിക്കൂ നബിയോട് അതിനായി പെടുവിൻ പാട്. ആ പ്രിയ സഹോദരരേ
കനിവാലയത്തീമോരേ പരിപാലകരാണോരേ പദവികളതും ഏറെ. ഹാത്തിം നബിയും യത്തീമായി കാമിലുൽ ഇൻസാനായി. ഹാത്തിം നബിയും യത്തീമായി കാമിലുൽ ഇൻസാനായി പൂർത്തീത പ്രവാചകരായി പ്രത്യേകം നമ്മോടുരയായി. പൂർത്തീത പ്രവാചകരായി പ്രത്യേകം നമ്മോടുരയായി. ആ പ്രിയ സഹോദരരേ കനിവാലയത്തീമോരേ പരിപാലകരാണോരേ പദവികളതും ഏറെ. അപ്പം ഇൻഷാ അല്ലാ നമ്മൾ പാട്ട് കേട്ട് വലിയൊരു സന്ദേശം ഉള്ളൊരു പാട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ കാരണം ഈ പാട്ടിൻ്റെ MS ബാബുരാജ് ബാബുക്കായുടെ ആ ഒരു സംഗീതവും അതിനൊത്ത വരികളും വല്ലാത്തൊരു വരികളും ആശയങ്ങളുമാണ് ഇതിലുള്ളത്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? കുറേ ആൾക്കാർക്കൊന്നും ഈ ഒരു വരി പെട്ടെന്ന് കൂടെ കേട്ടാൽ എന്താണെന്ന് മനസ്സിലാകാറില്ല. എനിക്കും ശരിക്കും നിങ്ങൾക്കറിയാലോ, ഞാൻ നിങ്ങളോട് ചോദിച്ചാണ് എന്താണ് ശരിക്കും ഇത് പറയുന്നത്. വല്ലാത്തൊരു വരികളെ കോറവാണ് ഇതിൽ ഒരു കണക്ട് ചെയ്ത് വെച്ചത്. അതെങ്ങനെയാണ് ഇതെന്താണ് ഇതിൻ്റെ ആശയവും കാര്യങ്ങളും? ഇത് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നുണ്ട്, അന കാഫിലുൽ യത്തീമി ഹക്കദ. ഈ 2 വിരൽ ഉയർത്തിയിട്ടാണ് പറയുന്നത്, ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന്. അതാണ് ശരിക്കും പറയുന്ന ഒരു വരി ഉണ്ടല്ലോ, പറയുന്ന റസൂൽ നബി നാളെ പരലോകമിലിപ്പോലെ. ഇതാണത്, പരലോകമിലിപ്പോലെ. ആ 2 വിരലാലെ 2 വിരലാലേ അടയാളം അതായത് ഷർഹാല ഇതിങ്ങനെ ഉയർത്തി കാണിച്ചു എന്ന് തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതാണ് അവർ ഇതിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൽ തുടക്കത്തിൽ തന്നെ ചില ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ തുടക്കത്തിൽ ഫസ്റ്റ് മുതൽ ഇങ്ങനെ ഇത് ഒരു വരി കഴിഞ്ഞിട്ട് നമുക്കൊരു ആകാംക്ഷയാണ് എന്താ ഈ പറയും. ഇതിൻ്റെ ചരിത്രം ശരിക്കും ഈ പാട്ടിൻ്റെ തീർത്തുമുള്ള ഒരു അർത്ഥതലം മനസ്സിലാണ് ആ പാട്ട് തീർത്തും കേൾക്കണം. ചില പാട്ടുകൾ നമ്മൾ പല്ലവി മാത്രം കേട്ടാൽ മതി, എന്താണ് അതിലടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇതങ്ങനല്ല, അത് പല്ലവിയായിട്ട് ബന്ധമുണ്ട്, അനുപല്ലവിയായിട്ട് ബന്ധമുണ്ട്, ചരണം. അത് പഴയ പാട്ടുകളുടെ ഒക്കെ എന്താ പറയുക, അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെയാണ്. അതാണ് പഴയ പാട്ടുകൾ. ഇപ്പോൾ ഈ ഒരു 2024 25 കാലഘട്ടത്തിൽ ഈ പാട്ട് റീ റെക്കോർഡ് ചെയ്യപ്പെട്ട് ഇത്രയും ആളുകൾ കേട്ട് ഇത് വീണ്ടും അത് ഹിറ്റാനുള്ള ഒരു കാരണം എന്താണ്? എൻ്റെയൊക്കെ മുന്നേ, അതായത് ഒരു 80 കാലഘട്ടം 90 കാലഘട്ടത്തിന് ആ സമയത്ത് 35 പാട്ടാണ് ഈ പാട്ട്. ഇപ്പോൾ നമ്മളെ ആബിദ് കൊടുത്ത നമ്മളെ സുഹൃത്ത് ഗായകനാണ്, നമ്മളിവിടെ കഥാപ്രസംഗത്തിന് മുമ്പ് പാടി, ഇപ്പോൾ ഖത്തറിലെ വർക്ക് ചെയ്യുന്നു തോന്നുന്നു. അപ്പോൾ മൂപ്പരിങ്ങനെ പാടിയ സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചത് പുതിയ പാട്ട് എങ്ങനെ ആയിരിക്കുന്നു. പക്ഷേ ഈ AV പാട്ട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര ഒരുപാട് മുമ്പുള്ള പാട്ടാണെന്ന് പിന്നെ മനസ്സിലായി. മാത്രമല്ല ഇപ്പം അധികം ഇല്ലാത്ത ഒരു സംഭവമാണ് എന്ത് ഇത്തരത്തിലുള്ള പാട്ടുകൾ. നമ്മൾ കഴിഞ്ഞ വിഷയത്തൊന്നും പറഞ്ഞിരുന്നത് ഒരു ചരിത്രങ്ങളൊന്നും ഇല്ല പാട്ടിൽ. ഇപ്പോൾ വെറുതെ കുറെ എന്തെങ്കിലും ആലങ്കാരിക പദങ്ങളാണ് കൂടുതൽ. അതെ അതെ അതെ, ചില ആളുകൾ ഒപ്പിച്ച് വെച്ചിട്ട് ഒരു വിഷയത്തെ അങ്ങോട്ട് അധികരിച്ച് കുറേ വേറെ ആൾക്കാർക്ക് എഴുതി വെച്ച പാട്ടിൽ ഇങ്ങോട്ട് അതിൻ്റെ കുറച്ച് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് ചെയ്യുന്നു. പക്ഷെ അതുപോലെ ഒന്നല്ല ഈ പാട്ട്. ഇത്തരത്തിലുള്ള എല്ലാ പാട്ടും പഴയ ഭയങ്കര ആശയം ഇതിലുണ്ട്. അപ്പോൾ അതാണ് യത്തീം മക്കളെ സംരക്ഷിക്കുക, അതിൻ്റെ കൂലി എന്താണ്, ആ വിഷയമായിട്ട് മുത്തുനബി എന്ത് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാൽ ആ വിഷയം അല്ലേ. പിന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വേറൊരു ഹദീസിൽ, പിന്നെ യത്തീമക്കളുടെ മുന്നിൽ നിന്ന് സ്വന്തം മക്കളെ ലാളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ഈ ലോകത്ത് അത്രയും വലിയൊരു ആശയമല്ലല്ലേ യത്തീമക്കളെ മുമ്പെന്ന്. അതെ, സ്വന്തം കുഞ്ഞിനെ ലാളിക്കരുത് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ആശയം. അതേപോലെ ഈ ജോലി എടുത്തവന് അവൻ്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം അല്ലേ, അതും വല്ലാത്തൊരു ആശയമല്ലേ. ശരിക്കും ആ ഒരു ആകാംക്ഷയിലുള്ള ചില ആളുകൾ പറയും അത് പിന്നെ തരാന്ന് പറയും അല്ലേ. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൃത്യമായിട്ട് അതിൻ്റെ ഒരു പ്രയാസം മനസ്സിലാക്കിയ ഒരാൾ നിൽക്കാൻ നബി തങ്ങൾ എല്ലാ ഭാഗത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുക ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം പറയാൻ കഴിയുമല്ലോ, ഒരു അനുഭവിച്ച ആളുകൾക്ക് അത് പറയാൻ കഴിയും. അതെ, അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ മാപ്പിളപ്പാട്ടിലൂടെ ശരിക്കും പറഞ്ഞാൽ ഇത്
എനിക്ക് വന്നത് മറ്റ് പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതിനേക്കാൾ ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു കണ്ടൻറ്റ്, ആ സന്ദേശം കൃത്യമായിട്ട് മനസ്സിലാക്കൽ വലിയൊരു സംഭവമാണ്. ഏതായാലും ഇൻഷാല്ലാ എന്തായാലും നമ്മളെ പ്രേക്ഷകരോട് പറയാണ്, ഇത്തരത്തിലുള്ള പാട്ടുകളാണ് നമ്മൾ കേൾക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും ഒക്കെ. എന്തായാലും വലിയൊരു ആശയമുള്ളൊരു പാട്ട്, ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നൊരു പാട്ട്. എന്താണ് ഇതിൻ്റെ ആശയം? ഇനി നിങ്ങളെന്താ ചെയ്യുക, ഈ ആശയം ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ പാട്ടൊന്ന് കേട്ട് നോക്കുമ്പോൾ അതായിരിക്കും കാര്യമാണ്. മറ്റെന്തോ ഒരു പാട്ട് ഇങ്ങനെ കേട്ടു പോകും. ഇനി ഇൻഷാല്ലാ നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള പാട്ടുകളെ ഇടകീറി അല്ലെങ്കിൽ പാട്ടുകളെ എങ്ങനെ എന്താക്കണം, മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണം. ലാസ്റ്റ് ഒരു വരി പറഞ്ഞ്, കരളായ അനാഥകളെ കനിവൂട്ടി വളർത്തുവിരേ. അത് പ്രാസം ഒപ്പിച്ചിട്ടുള്ള ആ വരി. അതിൻ്റെ അർത്ഥമാണെങ്കിൽ കരളായ ഇരുലോക പ്രതിഫലങ്ങൾ ഈടേറും പ്രതീക്ഷകൾ. അതായത് ഇരുലോകത്തും നമുക്ക് ഗുണം കിട്ടുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുറേ പാട്ടിൽ ചിലത് ഞാൻ ഇപ്പോഴത്തെ പാട്ടിനെ എല്ലാത്തിനും വിമർശിക്കില്ല. പൊതുവേ നമ്മൾ പഴയമായിട്ട് സാമ്യപ്പെടുത്തുമ്പോഴുള്ള വിഷയം കേട്ടോ. കുറവ് ഉള്ളത് എന്നാണ്. കാരണം നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ഞാൻ കാണുന്നത്, എൻ്റെ ഒരു ചെറിയൊരു ഗവേഷണത്തിൽ മനസ്സിലായെന്ന് വെച്ചാൽ, പാട്ടിൻ്റെ പ്രാസവും താളങ്ങളും വരികളും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടാത്ത വരി കുത്തി കേട്ടിട്ട് അവിടെ പ്രാസം ഒപ്പിക്കാം. പക്ഷെ പഴയ പാട്ട് അങ്ങനെയല്ല, പ്രാസവും വരിയും എല്ലാം ഒരേപോലെ. ഞാൻ പറഞ്ഞ ഈടേറും, ഈട് നമ്മളെ ബാങ്കിലൊക്കെ ഇപ്പോൾ ഒരു അപ്പൊ ഈടേറും, ഇതൊക്കെ ശരിക്കും അങ്ങനത്തെ ഒരാൾ ചിന്തിക്കാണ്ട് ഇത് എന്താണ് ഇപ്പം പറഞ്ഞതെന്ന് ശരിക്കും മനസ്സിലാവില്ല. ഒറ്റ കേൾക്കല് നമുക്ക് മനസ്സിലാവില്ല. ഈടേറും പ്രതീക്ഷകൾ, എന്താ ഈട്? എന്തായാലും ഒരു സൗന്ദര്യമുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.